കുറേ യുവതികളെ ലൈംഗികമായി ചൂഷണം ചെയ്തതിനെ പല രീതിയിൽ നിങ്ങൾക്ക് ന്യായീകരിക്കാം. ഒരാളും പരാതിയുമായി പോലീസിനെ സമീപിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം തടിയൂരാം. എന്നാൽ ഒരു ഗർഭസ്ഥ ശിശുവിനെ ഇല്ലാതാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിർബന്ധിച്ചെങ്കിൽ അയാൾക്ക് മാപ്പ് കൊടുക്കാനാകില്ല. എന്തെങ്കിലും കലക്കി തന്ന് കൊല്ലാനാണോ അതിനെത്ര സെക്കൻഡ് വേണമെന്നാണ് കരുതുന്നത്? രാഹുൽ ഗർഭചിത്രത്തിന് യുവതിയെ നിർബന്ധിക്കുന്ന ടെലിഫോൺ സംഭാഷണത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു. അതിനിടെ രാഹുലിനെതിരായ പരാതികളിൽ വനിതാ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. സ്വമേധയാ കേസെടുത്ത കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് തേടി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൂടുതൽ വെട്ടിലാക്കുന്നതാണ് യുവതിയുമായുള്ള ഫോൺ സംഭാഷണം. ഗർഭഛിദ്രത്തിന് രാഹുൽ നിർബന്ധിക്കുന്നതാണ് ഒടുവിൽ പുറത്തുവന്ന സംഭാഷണത്തിലുള്ളത്. വഴങ്ങാതെ വന്നതോടെ യുവതിയെ കൊലപ്പെടുത്താനാണ് എങ്കിൽ തനിക്ക് എത്ര സമയം വേണമെന്ന് സംഭാഷണത്തിൽ ചോദിക്കുന്നുണ്ട്. രാഷ്ട്രീയ ഭാവി തകരുമെന്നും ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞ് യുവതിയെ സമ്മർദ്ദത്തിലാക്കാനും രാഹുൽ ശ്രമിക്കുന്നുണ്ട്. എന്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ അത് ഇല്ലാതാക്കണമെന്ന് പറയുന്നത് എന്റെ അർത്ഥത്തിലാണ്. ആ കോൺസിക്വൻസ് ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളാം പറഞ്ഞല്ലോ. അത് തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല. എന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു വസ്തു ഒന്നും അല്ല ഞാൻ കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും കലക്കി തന്നെ കൊല്ലാനാണോ? എനിക്ക് കൊന്നേരം അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ? ഓഡിയോ സംഭാഷണം പുറത്തു വന്നതോടെ കോൺഗ്രസും കടുത്ത പ്രതിരോധത്തിലായി. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ആരോപണങ്ങളിൽ വനിതാ കമ്മീഷൻ ഇടപെട്ടു. സ്വമേധയാ കേസെടുത്ത കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് തേടി. അനുബന്ധ തെളിവുകൾ ലഭിച്ചാൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കും. മാധ്യമപ്രവർത്തകയും അഭിനേതാവുമായ റിനി ആൻ ജോർജ് രംഗത്തെത്തിയതോടെയാണ് രാഹുലിന് എതിരായ വിവാദങ്ങൾക്ക് തുടക്കമായത്. യുവ നേതാവ് അശ്ലീല സന്ദേശം അയച്ചെന്നും 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു എന്നുമായിരുന്നു റിനി പറഞ്ഞത്. പിന്നാലെ ആരോപണവുമായി കൂടുതൽ യുവതികൾ രംഗത്തെത്തുകയായിരുന്നു. അതിനിടെ ആരോപണമുന്നയിച്ച ഹണി ഭാസ്കറിനെതിരായ സൈബർ ആക്രമണത്തിൽ പോലീസ് കേസെടുത്തു. 9 പേർക്കെതിരെയാണ് ഹണി ഭാസ്കറിനെതിരായ സൈബർ ആക്രമണത്തിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. തിരുവനന്തപുരം സൈബർ പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തത്. രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് CPIM-ഉം BJP-യും പ്രതിഷേധം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, News 18.